നമസ്കാരം. ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതാ ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. വിവാദങ്ങൾ ഓരോന്നോരോന്നായി ഉയർത്തിക്കൊണ്ട് മുന്നണികൾ കളം നിറയുകയാണ്. ഡീൽ ആരോപണമാണ് സജീവമായി നിന്നിരുന്നെങ്കിൽ ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പ്രധാന പ്രചാരണ വിഷയമാക്കി UDF മാറ്റുകയാണ്. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലടക്കം അത് വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രചാരണം നടത്താനാണ് UDFന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ BJP CPIM ബാന്ധവമാണ് ആരോപിച്ചതെങ്കിൽ പിന്നീട് UDF SDPI CPIM ബാന്ധവമാണ് പുതുതായി ഉന്നയിക്കുന്നത്. CPIM SDPIയുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിയെന്നാണ് UDFന്റെ ആരോപണം. SDPI വോട്ട് വേണ്ടത് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചു. TV പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ ഈ ആരോപണങ്ങളിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഏത് വിഷയത്തിന് മുൻതൂക്കം നൽകി പ്രചാരണം കടുപ്പിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തുമ്പോൾ UDF ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറം സ്വർണ്ണക്കുള്ള കൂടി ഈ അവസാന നിമിഷം കൂടുതൽ ശക്തമായി കടുപ്പിച്ച് പ്രയോഗിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആര്യ. റിജിത്ത് പറഞ്ഞതുപോലെ UDFന്റെ പ്രചാരണം അടുത്ത ഗിയറിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ രാഹുലിന്റെ വരവോടുകൂടി കേരളത്തിൽ സംഭവിച്ചത്. ആദ്യഘട്ടത്തിൽ BJPയും CPIയും തമ്മിലുള്ള ഡീല് അത് കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് എന്ന പ്രചാരണമാണ് പ്രധാനമായും UDFും കോൺഗ്രസും മുന്നോട്ട് വെച്ചതെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയതോടുകൂടി ആ രീതിയിലേക്കും അവരുടെ പ്രചാരണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയും CPIയും തമ്മിൽ ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് ഒരു പടി കൂടി കയറ്റി പറയുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത്. അതായത് നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിന് ഒരു ബുദ്ധിമുട്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ടുണ്ടായില്ല. ഈ നിൽക്കുന്ന തനിക്ക് 56ലേറെ കേസുകളാണ് BJP എതിർത്തത് കൊണ്ടുണ്ടായത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ കേന്ദ്രത്തിന് കീഴിൽ സേഫാണ് എന്ന പരാമർശം നടത്തുന്നതോടുകൂടി എന്തുകൊണ്ടാണ് BJPയും CPIയും തമ്മിൽ ഒരേ രീതിയിൽ പോകുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിനർത്ഥം ഇനി അങ്ങോട്ടേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി വരാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന പ്രഖ്യാപനവും ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP CPIM ഡീൽ ആരോപണത്തിനൊപ്പം ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും പ്രധാന വജ്രായുധമാക്കി പരമാവധി വോട്ടുകൾ നേടാനുള്ള ശ്രമമായിരിക്കും ഇനിയിപ്പോൾ UDF നടത്തുക. ആര്യ, റിജിത്ത്. തീർച്ചയായും TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള കൂടി ഒരു പ്രധാന പ്രചാരണ ആയുധമാക്കി UDF ഈ അവസാന ലാപ്പിൽ പ്രചാരണത്തിലേക്ക് കൊണ്ടുവരികയാണ്, പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശ്രദ്ധിച്ചാൽ റിജിത്ത്, നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ള ആരോപിക്കുന്നു, അതിനോടൊപ്പം കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് BJP CPIM ഡീലിനെ കൂടി ആ ആരോപണം കൂടി കടുപ്പിക്കുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചില്ല LDFനെതിരെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നലെ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി.